നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വിഷുവിനിനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെയാണ്. കുട്ടികൾക്കാകട്ടെ കൈനീട്ടവും പുത്തനുടുപ്പും ഒക്കെയാണ് സന്തോഷം തരുന്ന കാര്യങ്ങൾ. വിഷുക്കണി ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിഷുക്കണി വെക്കുന്നതിന് മുന്നേ ആദ്യം ഒരുക്കേണ്ടത് നമ്മുടെ വീടിനെ തന്നെയാണ്. അതിനായി ആദ്യം തന്നെ വീടിനകം നല്ല വൃത്തിയോടുകൂടി അടിച്ചു വാരി തുടച്ച് ഇടുക. അതുപോലെ വീടിൻ്റെ പരിസരവും വളരെയധികം വൃത്തിയായി ഇടുക. എന്നിട്ട് വേണം വിഷുക്കണി ഒരുക്കുവാനായിട്ട്. കണി നമുക്ക് വളരെ ശുദ്ധവൃത്തിയോടുകൂടിയുള്ള ഒരു സ്ഥലത്ത്, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിലോ ഒക്കെ ആയിട്ട് കണി വയ്ക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് നേരെ ചെന്ന് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണി കാണുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ കുളിക്കാനൊക്കെ പോയാൽ മതിയാകും. അതുപോലെ കണി കാണുമ്പോൾ നമ്മൾ ഒന്നുകിൽ വടക്കോട്ട് നോക്കി വേണം നിൽക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ കിഴക്കോട്ട് നോക്കി വേണം നിൽക്കുവാൻ. അതിനർത്ഥം കണ്ണനെ ഒന്നുകിൽ തെക്കോട്ട് ദർശനമായോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടോട്ട് ദർശനമായോ വേണം കണ്ണനെ വയ്ക്കുവാനായിട്ട്. ആദ്യം തന്നെ ഒരു മഞ്ഞ തുണി വിരിക്കുക. മഞ്ഞപ്പട്ടാണ് ഏറ്റവും ഉത്തമം. മഞ്ഞ തുണി അതില്ലാത്തവർ മഞ്ഞ തുണി വിരിച്ചാലും മതിയാകും. അതിനുശേഷം നമ്മുടെ കണ്ണനെ എടുത്ത് ആദ്യമേ വയ്ക്കുക. എന്നിട്ട് ഭഗവാന്റെ മുന്നിലായി ഒരു ഓട്ടുരുളി വയ്ക്കുക. കണി വയ്ക്കാനുള്ളവയെല്ലാം ഇതിനകത്താണ് വയ്ക്കേണ്ടത്. ആദ്യം തന്നെ ഉണക്കലരിയാണ് എടുത്ത് വയ്ക്കേണ്ടത്. പിന്നെ വാൽക്കണ്ണാടി നിർബന്ധമാണ്. മഹാലക്ഷ്മിയെ, ഭഗവതി അമ്മേനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ വാൽക്കണ്ണാടി അതിനൊപ്പം തന്നെ വയ്ക്കുന്നത്. അതുപോലെ സിന്ദൂരം, കൺമഷി, ചാന്ത്, പിന്നെ നാണയത്തുട്ടുകൾ, അലക്കിയ വസ്ത്രം, എന്തെങ്കിലും ഒരു തോർത്തുമുണ്ടായാലും മതി. ശരിക്കും പുതിയ വസ്ത്രമല്ല, അലക്കിയ വസ്ത്രമാണ് നമ്മൾ കണിക്കായിട്ട് എടുക്കുന്നത്. അതുപോലെ ഈ നാണയത്തുട്ടുകളൊക്കെ ഒരു പാത്രത്തിലാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ കണി വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കുക. അതുപോലെ നവധാന്യങ്ങളൊക്കെ കണി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് ചക്ക, മാങ്ങ, കണിവെള്ളരിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരു നാളികേരം ഉടച്ച് രണ്ടാക്കിയിട്ട് അത് കത്തിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് സ്വർണ്ണമോതിരം എന്തെങ്കിലും ഇട്ട് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്വർണ്ണമൊക്കെ കണി കാണുവാനായിട്ട് വളരെ നല്ല ഉത്തമമായ കാര്യങ്ങളാണ്. സിന്ദൂരച്ചെപ്പിനകത്ത് തുറന്ന് വയ്ക്കുക. നമ്മൾ സിന്ദൂരം കാണണം. അങ്ങനെ വേണം സിന്ദൂരമൊക്കെ വയ്ക്കാനായിട്ട്. പിന്നെ മയിൽപ്പീലി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണനെ ഒരുക്കുക എന്നുള്ളത്. വളരെ മനോഹരമായി തന്നെ വേണം നമ്മുടെ കണ്ണനെ ഒരുക്കുവാനായിട്ട്. പട്ടുചേലയൊക്കെ ഉടുപ്പിച്ച്, ഓടക്കുഴലൊക്കെ കയ്യിലില്ലെങ്കിൽ കയ്യിൽ കൊടുത്ത്, മയിൽപ്പീലി ചുറ്റും വെച്ച്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കണിക്കൊന്ന കൊണ്ട് അരപ്പട്ട കിട്ടി. അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. കണിക്കൊന്ന അരപ്പട്ടയായതിൻ്റെ ഒരു കഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കണിക്കൊന്ന കൊണ്ട് കണ്ണനെ ഒരുക്കി വളരെ മനോഹരമായ രീതിയിൽ വയ്ക്കുക. പിന്നെ ഇന്ന് സുലഭമായ രീതിയിലുള്ള ആപ്പിൾ, ഓറഞ്ച്, മുന്തിരിങ്ങ, കൈതച്ചക്ക, മാതള നാരങ്ങ അതൊക്കെ വയ്ക്കാവുന്നതാണ്. പിന്നെ കണി വയ്ക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് കുമ്പളങ്ങായ, പിന്നെ പാവയ്ക്ക. ഇത് രണ്ടും കണി വയ്ക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ കണിക്കൊന്ന ഉപയോഗിച്ച് ആ കണി വയ്ക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് മനോഹരമാക്കി ഇടുക. കണിക്കൊന്ന കൊണ്ട് എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് കണിക്കൊന്ന ഇടുന്നത് വളരെയധികം നല്ലതായിരിക്കും. കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കണിക്കൊന്ന. ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചതിന് ശേഷം ഒരു സൈഡിലായിട്ട് വേണം നിലവിളക്ക് വയ്ക്കുവാനായിട്ട്. കാരണം കണ്ണൻ്റെ മുന്നിലായിട്ട് വിളക്ക് വെച്ചാൽ കണ്ണനെ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇത്രയും മനോഹരമായിട്ടൊക്കെ കണ്ണനെ അലങ്കരിച്ചിട്ട് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരു സൈഡിലായിട്ട് മാറ്റി നിലവിളക്ക് വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ പാടെ വന്ന് ആദ്യം ഒരുക്കിയ കണി കാണുക. അതിനുശേഷം പല്ല് തേച്ച് കുളിച്ചിട്ട് വീട്ടിലെ സ്ത്രീകളാണ് കണി ഒരുക്കി എല്ലാവരെയും വിളിച്ച് കാണിക്കേണ്ടത്.
നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ച് കണി കാണിക്കുക. നിലവിളക്കിനൊപ്പം തന്നെ ചിരാതും ഒക്കെ കത്തിച്ചു വയ്ക്കുന്നത് ആ ഒരു വിഷുക്കണിയുടെ മാറ്റ് കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഈ വർഷത്തെ കണി കാണേണ്ട സമയം രാവിലെ 4 മണി മുതൽ 5:30 വരെയാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ വിഷുക്കണി കാണേണ്ടതും വിഷുക്കൈനീട്ടം കൊടുക്കേണ്ടതുമൊക്കെ ഈ ഒരു സമയത്താണ്. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂര്യോദയമായി. അതിനാൽ എല്ലാവരും 4-നും 5:30-ക്കും ഇടയ്ക്കായിട്ട് വിഷുക്കണി ദർശിക്കുക, വിഷു കൈനീട്ടങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഒരു കാര്യം, വിഷുക്കണി കണ്ടതിന് ശേഷം ആരും പിന്നെ കിടന്നുറങ്ങരുത് കേട്ടോ. അതിനുശേഷം നിത്യവും പതിവ് പോലെ എന്താണോ ഉണർന്നെണീറ്റ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യുക. പിന്നീട് നമുക്ക് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താവുന്നതാണ്. അത് നമ്മുടെ തൊട്ടടുത്ത് ഏതാണോ ക്ഷേത്രമുള്ളത് അവിടെ ആദ്യം തന്നെ പോവുക. അതിനുശേഷം വിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളായിട്ടുള്ള മൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ പോവുക. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വിഷുക്കണി ദർശിക്കുക. കൈനീട്ടം കിട്ടുന്നത് വാങ്ങി സൂക്ഷിക്കുക. ഇതൊക്കെ ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യം ഫലപ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ വിഷുവിന് ഉച്ചയ്ക്ക് സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കാൻ വേണ്ടി നമ്മൾ ഒരു 10 മണി വരെയാണ് നമ്മൾ ഈ നിലവിളക്കൊക്കെ തെളിയിച്ച് വെക്കേണ്ടത്. അതിനുശേഷം കണി വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് കണി വെക്കാൻ ഉപയോഗിച്ച കണിവെള്ളരിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സദ്യക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കേണ്ടത്. ചക്ക ഉപയോഗിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ചോറും കറികളും ഒക്കെ ഒരു ഇലയിൽ വിളമ്പി അത് മാറ്റി വയ്ക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ കുടുംബാംഗങ്ങൾ സദ്യ ഉണ്ണാവുള്ളൂ. അതുപോലെ വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കണി കാണിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിനായി കൃഷ്ണവിഗ്രഹം എടുത്തുകൊണ്ട് വീടിന് ചുറ്റും ഒന്ന് വലം വയ്ക്കുന്നത് നല്ലതാണ്. പ്രകൃതിയെയുമൊക്കെ കണി കാണിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതുപോലെ കണിക്ക് വെച്ച നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതുമൊക്കെ ഒന്ന് എടുത്ത് വീടിനൊന്ന് വലം വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അന്നേ ദിവസം പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതുമൊക്കെ വിഷുവിൻ്റെ മാറ്റ് കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിഷുക്കണിയെക്കുറിച്ച് അറിയുവാനായിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ, രാധേ രാധേ.